ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇതാ ബിഗ് ബോസ് ഒരു കേവലം റിയാലിറ്റി ഷോ അല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. അതിനുമപ്പുറം സോഷ്യൽ എക്സ്പെരിമെന്റൽ സർവൈവൽ ഗെയിമായി മാറുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7. വ്യത്യസ്ത നിലപാടുകളും വിശ്വാസങ്ങളുമുള്ള സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവരുടെ നിലപാടുകളെ തന്നെ ഏറ്റുമുട്ടലിലൂടെ പുറത്തെടുത്തുകൊണ്ട് വ്യക്തമായ അവരുടെ ഗെയിം പ്ലാൻ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ലോകപ്രശസ്തമായ ബിഗ് ബ്രദർ റിയാലിറ്റി ഷോയുടെ ഇന്ത്യൻ പതിപ്പായി നമ്മളിലേക്ക് എത്തിയ ബിഗ് ബോസിന് സമൂഹത്തിൽ കൃത്യമായ രീതിയിൽ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 1999 നെതർലൻഡ്സിൽ ആരംഭിച്ച ബിഗ് ബ്രദർ റിയാലിറ്റി ഷോയ്ക്ക് ഇന്ന് ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും മറാത്തിയിലും മലയാളത്തിലും പതിപ്പുകളുണ്ട്. 100 ദിവസം അപരിചിതരായ മനുഷ്യർക്കൊപ്പം പുറം ലോകവുമായി ബന്ധമില്ലാതെ, എന്തിന് സമയബോധം പോലുമില്ലാതെ ജീവിക്കേണ്ടി വരുന്നു. അതിനിടയിൽ സംഭവിക്കുന്ന സമ്മർദ്ദം, ഒറ്റപ്പെടൽ, ഒറ്റപ്പെടുത്തൽ, മത്സര വീര്യം, തർക്കങ്ങൾ എന്നിങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ ഓരോരുത്തരും എങ്ങനെ പെരുമാറും, ആ മനുഷ്യാവസ്ഥയാണ് ഒരു കണ്ണാടിയിൽ എന്ന പോലെ ബിഗ് ബോസ് പ്രതിഫലിപ്പിക്കുന്നത്. തീർച്ചയായും അതിനൊരു എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വിനോദത്തിനുള്ള ഒരു ഷോ എന്നതിനപ്പുറം വിനോദത്തിനപ്പുറത്തേക്ക് ഇന്ന് പ്രേക്ഷകർക്കിടയിൽ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ റിയാലിറ്റി ഷോ. കുടുംബങ്ങളിലും ഓഫീസുകളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം ബിഗ് ബോസ് വീട്ടിലെ സംഭവ വികാസങ്ങൾ ചർച്ചയാവുന്നത് അതിന്റെ തെളിവാണ്. സ്ത്രീ പുരുഷ സമത്വം, LGBTQ+ അവകാശങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ, മാനസികാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയുള്ള പൊതുചർച്ചകൾക്ക് ഈ ഷോ ഇന്ന് വഴിവെക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്ന മോഹൻലാലിന്റെ വാക്കുകൾ പ്രസക്തമാവുന്നത്. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ലെസ്ബിയൻ കപ്പിൾ മത്സരിക്കുവാൻ എത്തിയത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദിലയും നൂറയും. ബിഗ് ബോസ് വരെ എത്തിയ ഇരുവരുടെയും യാത്ര ഒട്ടും തന്നെ എളുപ്പമായിരുന്നില്ല. പ്രണയത്തിനായി ലോകത്തോട് മുഴുവൻ പടവെട്ടിയവരാണവർ. ആ യുദ്ധത്തിനിടയിൽ അച്ഛനും അമ്മയും വീടും കുടുംബവുമെല്ലാം ഇവരെ കൈവിട്ടു. ഒടുവിൽ ഒരുപാട് പീഡനങ്ങളും ഭീഷണികളും വെല്ലുവിളികളും ഒക്കെ നേരിട്ട് ഹൈക്കോടതി ഉത്തരവ് വരെ സ്വന്തമാക്കി അതിന്റെ തണലിൽ അവർ ഒരുമിച്ച് ജീവിതം തുടങ്ങി. വി ആർ ലെസ്ബിയൻ കപ്പിൾ എന്ന് നെഞ്ചുറപ്പോടെ ലോകത്തോട് വിളിച്ചു പറയുമ്പോഴും സമൂഹവും കുടുംബവും എല്ലാം തങ്ങളെ മാറ്റി നിർത്തുന്നതിന്റെ നോവ് ഇരുവരും അനുഭവിച്ചു, ഇന്നും അനുഭവിക്കുന്നു. ആദിലയും നൂറയും ഷോയിലേക്ക് എത്തിയപ്പോൾ അവരെ സംശയത്തോടെയും വിദ്വേഷത്തോടെയും നെറ്റിച്ചുളിച്ചും നോക്കിയ പ്രേക്ഷകർ അനവധിയാണ്. എന്നാൽ ഇപ്പോഴിതാ കഥ മാറിയിരിക്കുന്നു. വ്യക്തിത്വവും പെരുമാറ്റവും പരസ്പരമുള്ള സ്നേഹ ബഹുമാനങ്ങളും കൊണ്ട് ആദിലയും നൂറയും പ്രേക്ഷകരുടെ ഇഷ്ടം നേടുന്ന കാഴ്ച അതാണിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദിലയെയും നൂറയും കുറിച്ച് ഹൗസിൽ നടന്ന ഒരു തർക്കത്തിനിടയിൽ വേദലക്ഷ്മി പറഞ്ഞ ചില വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായത്. നിന്റെയൊക്കെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവളുമാരല്ലേ ഇവർ എന്നായിരുന്നു ആദിലയെയും നൂറയും കുറിച്ച് അക്ബറിനോട് ലക്ഷ്മി പറഞ്ഞത്. ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് സങ്കടപ്പെട്ട ആദിലയുടെ മുഖം പ്രേക്ഷകരിൽ നല്ലൊരു വിഭാഗം ആളുകളെയും അസ്വസ്ഥരാക്കി. ലക്ഷ്മി നടത്തിയ ഹോമോഫോബിക് പരാമർശങ്ങളെ ഗൗരവമായി തന്നെ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ നോക്കിക്കാണുകയും ചെയ്തു. അങ്ങനെ കാണണമെന്ന് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും അഭിപ്രായമുയർന്നു. വാരാന്ത്യ എപ്പിസോഡിനായി വീട്ടിലെത്തിയ മോഹൻലാൽ ആ പരാമർശത്തിൽ ലക്ഷ്മിയോട് വിശദീകരണം തേടുകയും ചെയ്തു. ലക്ഷ്മിയുടേത് വളരെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ, നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത്, ഉത്തരം പറഞ്ഞേ പറ്റൂ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ എന്ത് അധികാരമുണ്ട്? നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്നവരാണോ അവർ? ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ, എന്താ കുഴപ്പം? നിങ്ങൾ ഏത് സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ് എന്നായിരുന്നു ലാലേട്ടന്റെ ചോദ്യം. ചോദിച്ചത് മോഹൻലാലാണ്, മലയാള സിനിമയുടെ നെടുന്തൂൺ. ബിഗ് ബോസ് പോലുള്ള ഒരു വലിയ വേദിയിൽ വെച്ച് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ചേർത്ത് പിടിക്കലിന് എത്രയോ മനുഷ്യരെ സ്വാധീനിക്കാനുള്ള കഴിവാണുള്ളത്. സാധാരണക്കാരായ ഒരുപാട് പ്രേക്ഷകരുടെ മനം തൊടുന്ന വാക്കുകളായിരുന്നു അത്. നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമാണ്. നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കുവാൻ മറ്റൊരാളെയും പ്രേരിപ്പിക്കരുത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുമ്പോൾ വളരെ ധീരമായ ഒരു പ്രസ്താവനയായി അത് മാറി. ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെ ലക്ഷ്മി നടത്തിയ ഹോമോഫോബിക് പരാമർശങ്ങളെ മോഹൻലാൽ അഡ്രസ് ചെയ്ത രീതി തീർച്ചയായും മാതൃകാപരമാണ്. ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ആദിലയ്ക്കും നൂറയ്ക്കും ലഭിച്ച ഏറ്റവും മികച്ച വേദികളിൽ ഒന്നാവുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് 24 മലയാളം.